Hi dear students, welcome back to Professional Business Skills. Professional Business Skills in ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്കുകളാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് അനലിറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ്, ദെൻ ബിസിനസ് അനലിസ്റ്റ്, എന്താണ് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ആരാണ് ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിസിനസ് അനലിറ്റിക്സിൻ്റെ ടൂൾസ് ആയിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസിനസ് അനാലിസിസ് എന്ത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ത്, അതിൻ്റെ ഫോംസ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ പിന്നെ സ്റ്റെപ്പുകൾ, ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻക്രീസ് എഫിഷ്യൻസി എന്നുള്ളതാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ ബിസിനസ് അനലിറ്റിക്സിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇത് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നല്ല ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് വേണം. എറർ ഫ്രീ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്. ആ ഇൻഫർമേഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിലൂടെ ബിസിനസ് അനാലിസിസിലൂടെ, അനലിറ്റിക്സിലൂടെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലൂടെ നമുക്ക് നല്ല ഒരു ഡിസിഷൻസ് എടുക്കാനും ആ ഡിസിഷൻ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഇൻസൈറ്റ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ. ബിസിനസ് അനാലിസിസിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ വിഷ്വലൈസേഷൻ ടെക്നിക്കുകളിലൂടെ ആ ഒരു ഡാറ്റയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ചും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റകളെ ചാർട്ടുകളായിട്ടും ഗ്രാഫുകളായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആ ഒരു കാര്യത്തെ, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് കീപ് അപ്ഡേറ്റഡ് എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഏതൊരു ഓർഗനൈസേഷനും കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഫീൽഡിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നല്ല ഒരു അപ്ഡേഷൻ നടത്താൻ നമുക്ക് ഈ ഒരു ബിസിനസ് അനാലിസിസിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ബിസിനസ്സിൻ്റെ പിന്നെ ഡെയിലി ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ്, മാർക്കറ്റിലെ ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് ബിസിനസ് അനാലിസിസിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിലെ കാര്യങ്ങൾ നോക്കിയിട്ട്, മാർക്കറ്റിലെ ട്രെൻഡുകളും ഫ്ലക്ച്വേഷൻസും നോക്കിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ബിസിനസ് അനാലിസിസിലൂടെ. അതുകൊണ്ട് ബിസിനസ് അനാലിസിസിലൂടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ഇത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഗസ് വർക്കുകളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഗസ് വർക്കിൻ്റെ ബേസിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ കൊണ്ടുപോകാതെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഈ ഒരു ബിസിനസ് അനാലിസിസിലൂടെ സാധിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയുക? നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ്റെ അവൈലബിലിറ്റി ഒരു ബിസിനസ് അനാലിസിസിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്ന മോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റിംഗ് ഏതൊരു ഓർഗനൈസേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ഓർഗനൈസേഷന് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ബിസിനസ് അനാലിസിസ് വേണം. അതായത് നല്ല ബിസിനസ് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല മാർക്കറ്റിംഗ്, നല്ല ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചാണ് നമ്മുടെ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മുടെ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഒരു പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാനും നല്ലൊരു മാർക്കറ്റിംഗ് എഫക്റ്റീവായി കൊണ്ടു നടക്കാനും ബിസിനസ് അനാലിസിസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബെറ്റർ കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സിന് പിന്നെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസും ടേസ്റ്റും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ബിസിനസ്
അനാലിസിസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ എഫിഷ്യൻസിയുടെ ഭാഗം തന്നെയാണ് മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു നോളജ്, ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓപ്പറേഷൻസ് നമ്മുടെ ഓർഗനൈസേഷനകത്ത് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ, അല്ലെ, നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാൻ, പ്രിഡിക്റ്റ് ചെയ്യാൻ, നമ്മൾ പ്രിഡിക്റ്റീവ് അനാലിസിസ് പറഞ്ഞതാണ് അല്ലെ. ഇങ്ങനെ രീതിയിലുള്ള ഒരുപാട് അനാലിസിസുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാൻ, പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കാനൊക്കെ നമുക്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ വിഷ്വലൈസേഷനിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാനും അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനെ അപ്ഡേറ്റഡ് ആയിട്ട് നിലനിർത്താനും നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാനും അതുപോലെ മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആക്കാനും കസ്റ്റമേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ ഓപ്പറേഷൻ, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് എറർ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് പ്രിഡിക്ഷൻസും അതുപോലെ തന്നെ പ്ലാനുകളും തയ്യാറാക്കാൻ നമ്മൾ ബിസിനസ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അഡ്വാൻറ്റേജസിലെല്ലാം പറയുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ലാക്ക് ഓഫ് അലൈൻമെന്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ചാലഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവർ പിന്നെ ട്രസ്റ്റ് ഇല്ലായ്മ, അതായത് വിശ്വാസ്യത ഇല്ലായ്മ, അതുപോലെ തന്നെ ചില കാര്യങ്ങളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അത് ഇല്ലാതെ വരിക, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡാറ്റ സോഴ്സുകൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അലൈൻമെന്റ്, അതായത് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ടോപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ ഒരു കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഒരു ബിസിനസ് അനാലിസിസുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു എമൗണ്ട് ആണ്. നമ്മൾ ഈ ഒരു ഡാറ്റ അനാലിറ്റിക്സ് ടൂൾസുകളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു റിട്ടേൺ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് മാനേജ്മെന്റിനൊക്കെ ഇത്തരത്തിൽ റിസർച്ചിലും അതുപോലെ തന്നെ ബിസിനസ് ഡാറ്റ അനാലിസിസിലൊന്നും വലിയ താല്പര്യം ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെ. അപ്പോൾ അത്തരത്തിലൊരു കമ്മിറ്റ്മെന്റിന്റെ ഒരു അഭാവം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഒരു ബിസിനസ് അനാലിസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ എന്നാണ്. ഡാറ്റയുടെ ക്വാളിറ്റി അല്ലെ, ഡാറ്റയുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്ത്, നമ്മുടെ ഇൻഫർമേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഡിസിഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോ ക്വാളിറ്റി ഡാറ്റ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിസിനസ് അനാലിറ്റിക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ക്വാളിറ്റിയോട് കൂടിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഡാറ്റ ആയിക്കോളണം എന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. നെക്സ്റ്റ് ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്. നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്തെന്നുള്ളത് പറഞ്ഞു. എന്താണ് ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാറ്റ അനാലിസിസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആരാണോ അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ അനലിസ്റ്റ് കളക്ട്സ്, processes and performs statistical analysis on large data set. They discover how data can be used to answer questions and solve problems. then എന്താണ് ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെർഫോം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓൺ ലാർജ് ഡാറ്റ സെറ്റ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വലിയൊരു ഡാറ്റ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളും ഡിവൈസുകളും ഉപയോഗിച്ച് അത് അനലൈസ് ചെയ്യുന്നു. ആൻഡ് അവസാനം എന്ത് ചെയ്യുന്നു? ദേ ഡിസ്കവർ ഹൗ ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. അതിൽ നിന്നും അവസാനം എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും കണ്ടെത്തുന്നു. അപ്പോൾ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ബിസിനസ് ഡാറ്റ അനാലിസിസ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയാണ്, ആ പർട്ടിക്കുലർ എക്സിക്യൂട്ടീവിനെയാണ് നമ്മൾ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അത് പ്രോസസ്സ് ചെയ്യുന്നത്, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്, അതിൽ നിന്നും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യം അദ്ദേഹം ഇത് കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിലുള്ള
ആൻസേഴ്സ് കണ്ടെത്തുന്നത്. ഹി മസ്റ്റ് ഹാവ് ദ റിക്വയർഡ് നോളജ് ആൻഡ് സ്കിൽസ് ടു വർക്ക് ആസ് എ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡാറ്റ അനലിസ്റ്റ് ആവാൻ കഴിയില്ല. അവർക്ക് എന്ത് വേണം? ഒരു സ്പെഷ്യൽ റിക്വയർഡ് നോളജുകളും സ്കില്ലുകളും ആവശ്യമാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡാറ്റ അനലിസ്റ്റ് എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ഒരു റിക്വയർഡ് സ്കിൽ ഉണ്ടായിരിക്കണം, റിക്വയർഡ് നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഉള്ള ആളുകളെയാണ് നമ്മളൊരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ അനലിസ്റ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊഡ്യൂസിങ് റിപ്പോർട്ട്സ്. നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തിയതിനു ശേഷം റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അവിടെ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ ടേബിൾ വൈസ് ആയിട്ട്, അല്ലെ, നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ ഒരു ഡാറ്റ, ആ വലിയ ഒരു ലാർജ് ഡാറ്റയെ അതിൽ നിന്നും നമ്മുടെ ഓർഗനൈസേഷന് യൂസ്ഫുൾ ആകുന്ന തരത്തിലേക്ക് അത് ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കർക്ക് എന്തായിരിക്കണം? അതിൽ നിന്നൊരു ഡിസിഷൻ പെട്ടെന്ന് കണ്ടെത്താൻ, അതിൽ നിന്നൊരു സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്താൻ, ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരിക്കണം. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒന്നാമത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട്, ഒരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് സ്പോട്ടിംഗ് പാറ്റേൺസ് ആണ്. സ്പോട്ടിംഗ് പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അനലിസ്റ്റ് ആദ്യമായിട്ട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഒരുപാട് ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയിൽ ഏത് ഡാറ്റയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഏതാണ്, ഇങ്ങനെ ഈ ഒരു ഡാറ്റകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഈ ഒരു അനലിസ്റ്റിന് സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ കിട്ടിയിട്ടുള്ള ഡാറ്റകളിൽ നിന്നും അദ്ദേഹത്തിന് ട്രെൻഡുകളെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ട്രെൻഡുകളെ മനസ്സിലാക്കുക, അതായത് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന എന്തെല്ലാം ട്രെൻഡുകളാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ഫ്ലക്ച്വേഷൻസ് ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ചൊരു ഇൻസൈറ്റ്, അല്ലെങ്കിൽ ആ ഡാറ്റയെ കുറിച്ചൊരു ഇൻസൈറ്റ്, ഒരു കാഴ്ചപ്പാട് ഈ ഒരു ഡാറ്റ അനലിസ്റ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരത്തിൽ ഒരു പാറ്റേൺ, അത്തരത്തിലൊരു ഫ്ലക്ച്വേഷൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മൂവ്മെൻറ്റ് തയ്യാറാക്കാൻ ആർക്ക് സാധിച്ചിരിക്കണം? ഡാറ്റ അനലിസ്റ്റിന് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സ്പോട്ടിംഗ് പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെൻഡ് എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനലിസ്റ്റ് ആണ്, ഒരു അനാലിസിസ് ആണ് നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സെയിൽസ് ഇങ്ങനെ ആവുന്നു, ഈ സെയിൽസിൽ എന്തുകൊണ്ട് ഫ്ലക്ച്വേഷൻസ് വരുന്നു, സെയിൽസ് എന്തുകൊണ്ട് ഇവിടെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് കൂടി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ രീതിയിൽ പാറ്റേൺ തയ്യാറാക്കാൻ ആർക്ക് സാധിച്ചിരിക്കണം? ഡാറ്റ അനലിസ്റ്റിന് സാധിച്ചിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവെല്ല് വെച്ചിട്ട് അനാലിസിസ് നടത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ട്രെൻഡും ആ ഒരു ഫ്ലക്ച്വേഷൻസും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യേണ്ടത്? ഫ്രീക്വൻ്റ് ആയിട്ട് ഡാറ്റ അനാലിസിസ് നടത്തണം എന്നുള്ളതും കൂടെ ഈ ഒരു സ്പോട്ടിംഗ് പാറ്റേൺസിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് മൂന്നാമതായിട്ട് പറയുന്ന കൊളാബറേറ്റിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള. ഒരിക്കലും ഡാറ്റ അനാലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വർക്കല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് മാത്രം ചെയ്തു തീർക്കാവുന്ന ഒരു വർക്കല്ല ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള വർക്കുകളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. കാരണം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇൻഫർമേഷൻസും ഡാറ്റകളും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഡാറ്റ അനലിസ്റ്റ്. അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്, ഒരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? എത്രത്തോളം അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ കൊളാബറേറ്റ് ചെയ്യാതിരുന്നാൽ അത് എന്ത് ചെയ്യും? നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റിയെ ബാധിക്കും, നമ്മുടെ ഡാറ്റയുടെ അവൈലബിലിറ്റിയെ ബാധിക്കും, അത് നമ്മുടെ റിപ്പോർട്ടിനെയും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് കളക്ടിങ് ഡാറ്റ ആൻഡ് സെറ്റിംഗ് അപ്പ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യാനും ആ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. എന്തെല്ലാം ഡാറ്റകൾ ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ആ സോഴ്സുകളിൽ നിന്നെല്ലാം ഡാറ്റ കൃത്യമായിട്ട് കളക്ട് ചെയ്യുക, എറർ ഫ്രീ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക, ഒരു ഡാറ്റയും മിസ്സാവാതെ കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്ത ഡാറ്റ വളരെ നല്ല രീതിയിൽ അതെന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക, നല്ല രീതിയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുക, നല്ല ഒരു സ്റ്റോറേജ്
ഫെസിലിറ്റി അവിടെ സംവിധാനിച്ചിട്ട് അതവിടെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ്. അത് നമ്മുടെ ഡാറ്റ അനലിസ്റ്റിൻ്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഡാറ്റ സിസ്റ്റം എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തേണ്ടത് എന്നുള്ളത് ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, ഡാറ്റയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഡാറ്റ വെയർ ഹൗസിങ്, ഡാറ്റയെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഡാറ്റയെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഡാറ്റ അനാലിസിസ് കഴിഞ്ഞിട്ട് ആ ഡാറ്റയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡാറ്റയെ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ആ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ കിട്ടുന്നത്. കാരണം ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ആ ഫിഗേഴ്സിനെ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് ഒരു സമ്മറിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരു സമ്മറി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഈ ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ്, പ്രിഡിക്റ്റിംഗ്, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ, ഫോർകാസ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചിരിക്കണം, ഡാറ്റ അനലിസ്റ്റിന് സാധിച്ചിരിക്കണം. ദെൻ മേക്കിംഗ് റെക്കമെൻഡേഷൻസ്, അതായത് ഒരിക്കലും ഡാറ്റ അനലിസ്റ്റ് അല്ല ഡിസിഷൻസ് എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റ് അതോറിറ്റീസ് ആണ്. പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകാൻ ആർക്ക് സാധിച്ചിരിക്കണം, ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നൽകാൻ ആർക്ക് സാധിച്ചിരിക്കണം, ഒരു ഡാറ്റ അനലിസ്റ്റിന് സാധിച്ചിരിക്കണം. കാരണം അദ്ദേഹത്തിനാണ് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസും മാർക്കറ്റിലെ ട്രെൻഡുകളും അതുപോലെ തന്നെ ഡാറ്റകളുടെ അവൈലബിലിറ്റിയും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ ആർക്കുണ്ടായിരിക്കും, ഡാറ്റ അനലിസ്റ്റിന് ഉണ്ടായിരിക്കും. സോ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകുക എന്നുള്ളത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡാറ്റ അനലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇത് നെക്സ്റ്റ് പറയുന്നത് സ്കിൽസ് റിക്വയർഡ് ഫോർ ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ അനലിസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആണ്. എന്തെല്ലാം സ്കിൽസ് ആണ് ഒരു ഡാറ്റ അനലിസ്റ്റിന് വേണ്ടി? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡാറ്റ അനലിസ്റ്റിന് സ്പെഷ്യലൈസ്ഡ് സ്കിൽസും നോളജൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. സോ എന്തെല്ലാം സ്കിൽസ് ആണ് ആവശ്യമുള്ളതെന്നാണ് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്. നോളജ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ അനാലിസിസ് നടത്തുന്നത്. സോ അത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ, ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്കില്ല് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. ഒരു ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം, അനലിറ്റിക്കൽ തിങ്കിങ് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. അതായത് അനാലിസിസ് നടത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം, ക്രിയേറ്റീവ് മൈൻഡോട് കൂടിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡാറ്റകളെ അറേഞ്ച് ചെയ്യുമ്പോഴും ഡാറ്റകളെ കളക്ട് ചെയ്യുമ്പോഴുമാണ് അതിന് നല്ല ഒരു സൊല്യൂഷൻ, നല്ലൊരു റിപ്പോർട്ട്, നല്ലൊരു ഔട്ട്പുട്ട് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ക്രിയേറ്റീവ് ആയിരിക്കണം, അനലിറ്റിക്കൽ തിങ്കിങ്ങോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ഒരു അനലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് അത് മാനേജ്മെൻറ്റിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ് ഒരു ഡാറ്റ അനലിസ്റ്റിന്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചിരിക്കണം, ഡാറ്റ അനലിസ്റ്റിന് സാധിച്ചിരിക്കണം. നമുക്കവിടെ ചാർട്ടുകൾ ഉപയോഗിക്കാം, ഡയഗ്രാംസ് ഉപയോഗിക്കാം, അല്ല ഇതുപോലെ രീതിയിൽ എന്തൊക്കെ വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ ഓരോ ഡാറ്റയ്ക്കും ഓരോ വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലാ ഡാറ്റകളും നമുക്ക് അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല, എല്ലാം നമുക്ക് ഡയഗ്രാമിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോന്നിനും സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അപ്പോൾ ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ഒരു സ്കില്ല് ആർക്ക് ആവശ്യമാണ്, ഡാറ്റ അനലിസ്റ്റിന് ആവശ്യമാണ്. മറ്റൊന്ന് പറയുന്നത് ഡാറ്റ മൈനിങ് ആൻഡ് ക്ലീനിങ് സ്കില്ലാണ്. അത് ഡാറ്റ കളക്ട് ചെയ്യാൻ, ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റയെ വലിയൊരു പൂൾ ഓഫ് ഡാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട ഡാറ്റയെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ എറേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, അതായത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു ഭാഗമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ആ മെഷീൻ ലേണിങ്ങിന് ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കണം. അത് കമ്പ്യൂട്ടറുകളും ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് ഡാറ്റകളെ ലേൺ ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റകളെ റിട്രീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊരു നോളജ് ആർക്ക് ഉണ്ടായിരിക്കണം, ഡാറ്റ അനലിസ്റ്റിന് ഉണ്ടായിരിക്കണം. കാരണം അതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഡാറ്റകളെ കളക്ട് ചെയ്യാനും ഡാറ്റ അനാലിസിസ് നടത്താനും സാധിക്കും എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് നോളജ് അബൌട്ട് അനലിറ്റിക്കൽ ടൂൾസ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്, ഒരുപാട് അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും കുറച്ച് അനലിറ്റിക്കൽ ടൂൾസിനെ കുറിച്ചെങ്കിലും ഒരു ബേസിക്
ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രം, ബേസിക് അല്ല, അവിടെ നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് മാറാൻ കഴിയുള്ളൂ. ദെൻ മറ്റൊന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു സ്കില്ല് ആവശ്യമാണ്. മറ്റൊന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് സ്കില്ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മളിവിടെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ സ്കില്ല് ആവശ്യമാണ്, റിപ്പോർട്ടിംഗ് സ്കില്ല് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡാറ്റ വെയർ ഹൗസിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഡാറ്റ വെയർ ഹൗസിങ്ങിനെ കുറിച്ച് നോളജ് വേണം. എങ്ങനെയാണ് ഡാറ്റ വെയർ ഹൗസിംഗ് പ്രിപ്പയർ ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോളജ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ. ആക്ച്വലി അനലിറ്റിക്കൽ ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എക്സലിനെ കുറിച്ചൊരു മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് എല്ലാവിധ കമ്പനികളിലും, ഒട്ടുമിക്ക കമ്പനികളിലും ഉപയോഗിക്കുന്ന ഒരു അനലിറ്റിക്കൽ ടൂളാണ്. അതിനെക്കുറിച്ച് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ നോളജ് ഇൻ SQL ആൻഡ് അതർ കൊറിയിങ് ലാംഗ്വേജ്, അതായത് സ്റ്റാൻഡേർഡ് കൊറി ലാംഗ്വേജോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊറിയിങ് ലാംഗ്വേജസ്, അതായത് ഡാറ്റാ ബേസിൽ നിന്നും ഡാറ്റയെ റിട്രീവ് ചെയ്യാനുള്ള ലാംഗ്വേജസ് ആണ് SQLും അതുപോലെയുള്ള കൊറിയിങ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാ ബേസിൽ നിന്നും ഡാറ്റയെ നമുക്ക് ആവശ്യാനുസരണം അതിൽ നിന്നും റിട്രീവ് ചെയ്യാനുള്ള ലാംഗ്വേജസ് ആണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ആണ് SQL അതുപോലെ തന്നെ കൊറിയിങ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാറ്റാ ബേസിനെ കുറിച്ച് നമുക്ക് നോളജ് വേണം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൊറിയിങ് ലാംഗ്വേജസിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം? നോളജ് വേണം എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു സ്കിൽസുകളെല്ലാം ഒരു ഡാറ്റ അനലിസ്റ്റിന് ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി നമുക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിൽസ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന് നമ്മൾ ബിസിനസ് അനലിറ്റിക്സിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, അതുപോലെ തന്നെ ആരാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു, അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട സ്കിൽസുകളെയും നമ്മൾ പരിചയപ്പെട്ടു. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.